ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ്. ഞങ്ങൾ ബീച്ചിലേക്കൊന്ന് നടക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇന്നൊരു ഓഫ് ഡേ ആണ്. വീട്ടിലിരിക്കുകയായിരുന്നു ഒന്നും ചെയ്യാതെ. ഈവനിങ് ആയപ്പോൾ ഒരു വോക്കിന് ഇറങ്ങിയതാണ്. സൺസെറ്റ് ആവാറായി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗി, പക്ഷേ നേരത്തെ വരേണ്ടതായിരുന്നു. ഞങ്ങളിവിടെ അൽഹീറ ബീച്ചിലാണ് അധികം നടക്കാൻ വരാറുള്ളത്. വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. നിങ്ങൾ മുമ്പത്തൊക്കെയുള്ള എൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ അധികം ഇവിടെ വരാറുണ്ട്. ഞാൻ കുറേ വ്ളോഗ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആയി വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ജസ്റ്റ് ഒരു എക്സസൈസ്, ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. വിൻ്ററൊക്കെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ രസം. എന്നാലും കുഴപ്പമില്ല, ഒരു രസമാണ് ഇതിൽ നടക്കാൻ വേണ്ടിയിട്ട്. ബീച്ചിൽ ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ ഷൂ നനയ്ക്കാൻ വയ്യ. ഷൂ ഇറങ്ങണം. Escucha. ഷൂ കൊള്ളാവും. GPS signal. Be careful of obstacles. We are back. Let's go. ചത്തു ഞാൻ. എന്ത് ചെയ്തിട്ട്? 5 കിലോമീറ്റേഴ്സ് അല്ലേ നടന്നേ? നമുക്ക് കുറച്ച് ചായ ഉണ്ടാക്കാം. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. പാലൊഴിക്കാം. ഇന്ന് ഞങ്ങൾ കുറെ അധികം ഡിസ്റ്റൻസ് നടന്നു അല്ലേ? എന്നെ കൊണ്ട് കിലോമീറ്റേഴ്സ് നടത്തിപ്പിച്ച്. ഞാൻ അത്രയും നടക്കാറില്ല സാധാരണ, ഒരു 3-4 മാക്സിമം. ഇന്ന് പ്ലാൻ ചെയ്തതിനെക്കാട്ടും കൂടുതൽ അജ്മാൻ വരെ പോയി സത്യം പറഞ്ഞത്. എന്നിട്ടാണ് തിരിച്ച് നടന്നു വന്നിട്ടുണ്ടായത്. അതുകൊണ്ട് ഭയങ്കര ടയേർഡായി. ചായ കുടിക്കാം. ചായ ഞാൻ ലാസ്റ്റ് ചായ ഉണ്ടാക്കി എനിക്ക് കുറെ നാളുകൾക്ക് മുമ്പ്. എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. ഇപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കി നോക്കാം, സക്സസ് ആവുമെന്ന് നോക്കാം. ആദ്യം ഞാൻ ടേസ്റ്റില് ചായ ഉണ്ടാക്കുമായിരുന്നു അല്ലേ ചോ? പിന്നെ ഞാൻ ചായ കൂടി നിർത്തിയപ്പോ ചായ ഉണ്ടാക്കുന്ന ഞാൻ മറന്നുപോയി. ആ ഒരു എനിക്കത് തരുമോ? ഒരാളിവിടെ നല്ല കൂൾ പാഡ്സ് ഒക്കെ വെച്ചിട്ട്, ഐപാഡ്സ് ഒക്കെ വെച്ചിട്ട് ടേക്കിംഗ് റെസ്റ്റ്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് കേറി കിടന്നു. ഹലോ ഹലോ ചുച്ചോ, എങ്ങനെയുണ്ട്? എനിക്കത് തരുമോ കണ്ണിൽ വെച്ചത്? ഫ്രിഡ്ജിലുണ്ട്.
ടാടാ! ഞാൻ കുളിച്ചിട്ട് വെച്ചിട്ട് കിടന്നുറങ്ങും. പാലും വെള്ളോ? എങ്ങനെയുണ്ടെന്ന് പറയാം. കൊള്ളാവോ? പറയാ കൊള്ളില്ല. ഒരു ടേസ്റ്റ് ഇല്ലാത്ത വെള്ളം കുടിക്കുന്ന പോലെ. അത് ഞാൻ കൊറേ വെള്ളം ഒഴിച്ചോണ്ടാ. ചായന്റെ കൂടെ റസ്ക് ആണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. സോ നമുക്ക് റസ്ക് കഴിക്കാം. ചായ കൊള്ളില്ല. റേറ്റിംഗ് 0 out of 10. നമുക്ക് പോയിട്ട് ഡിന്നർ ഉണ്ടാക്കാം. ഡിന്നറിന് ഇന്ന് ഗ്രീൻ പീസും പുട്ടും ആക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ട്. അപ്പോൾ ഡിന്നറിന് ഇന്ന് അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അർജുൻ എന്തോ ഉപ്പുമാവ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ എന്തായാലും പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ കുറേ ദൂരം നടന്നു. എനിക്കൊന്ന് കുളിക്കണം. ഇനി എന്തായാലും കിച്ചണിലുള്ള ഈ കാര്യങ്ങളൂടെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി നമ്മൾ എന്താണ് ഗ്രീൻ പീസ് ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചൂടാക്കിയിട്ട് ഇപ്പം കുക്കറിൽ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയാം, ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പം കുക്കറിൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് അറിയില്ല, നോക്കാം. പിന്നെ വേറെന്താണ്, വേറെ ഇതൊക്കെ തന്നെയാണുള്ളത്. This is how I am gonna make put. എളുപ്പപ്പണിയാണ്. ഈ 1-2 വട്ടം നമ്മുടെ ഈ ആ പാത്രത്തിലിട്ടിട്ട് നമ്മുടെ പുട്ടിന്റെ ആ ഒരു പുട്ടുകുറ്റിയില്ലേ, അതിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല. സോ ഈസിയസ്റ്റ് വേ. കുറച്ച് ക്യാരറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് ഹാവ് എനി ക്യാരറ്റ്സ് ഹിയർ. ഇന്നലെ ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകേണ്ടതായിരുന്നു, പക്ഷെ പോയില്ല. ഇന്നും പോയില്ല. സോ നാളെ അർജുൻ പോകുന്നു. ഇന്നും മടിയായിട്ടാണ് സത്യായിട്ട് പോവാൻ ഞാൻ. സോ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ഇത് ആഡ് ചെയ്യാൻ പോവാണ്. ഇതിൽ കോക്കനട്ട് കുരുമുളകാണ്, ഇത് രണ്ടും കൂടെ അടിച്ചെടുത്തതാണ് കേട്ടോ. ഇതിൽ വേറെ എരിവൊന്നും ഇട്ടിട്ടില്ല. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി കുരുമുളക് കൂടാക്കി നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്യാരറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, സോ ബേസിക്കലി ദിസ് ഇസ് കോൾഡ് മടിയന്മാരുടെ പുട്ട്. എന്തായാലും നമ്മൾ പൊട്ടിച്ചിട്ടല്ലേ കഴിക്കുന്നത് അല്ലേ? ഓക്കെ, കണ്ണാടിയ കൊണ്ടാട്ടം കൊണ്ടാട്ടം. ആദ്യം നമുക്ക് മേക്കപ്പ് എന്ന് പറയുമ്പോൾ നടക്കാൻ പോയപ്പോ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോയത്. ഞാൻ റിമൂവ് ചെയ്തിട്ട് നമ്മൾ കുളിക്കാം. സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഞാൻ വീണ്ടും കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു മണ്ടത്തരം ചെയ്തു. മണ്ടത്തരല്ല, അറിഞ്ഞോണ്ട് ചെയ്ത് തന്നെയാണ്. ആരെങ്കിലും കുളിച്ചിട്ട് ഈ ചൂടത്ത് നടക്കാൻ വേണ്ടി പോകും. ഞാൻ കുളിച്ചിട്ടാണ് പോയത്. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഞാൻ ഹെയർ വാഷ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേർത്തു. കുറേ ഡിസ്റ്റൻസ് നടന്നതുകൊണ്ട്. അപ്പോൾ ഇനി ഞാൻ നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട്
ഹെയർ വാഷ് ചെയ്തിട്ട് നടക്കാൻ പോയി. ഇനി വീണ്ടും ഒന്നുകൂടെ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും. അതിപ്പോ വീണ്ടും ഒരു ഇരട്ടി പണിയായി. 2 വട്ടം കുളിക്കാന്നൊക്കെ പറഞ്ഞാല്, അതും ഒരേ സമയം, ഒരേ മോർണിംഗ് ആൻഡ് ഈവനിങ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈവനിങ് 2 വട്ടം കുളിക്കാന്ന് പറഞ്ഞാലും എന്തായാലും സാരമില്ല, കുളിച്ചിട്ട് തരാം. അങ്ങനെ ഞാൻ കുളിച്ചു വന്നു. നമുക്ക് നമ്മുടെ അങ്ങനെ കുളിച്ചപ്പോൾ ഭയങ്കര സുഖം, ആകെ വേർതിരിക്കുകയായിരുന്നു, ഭയങ്കര ഒരു സുഖം. നമ്മൾ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. ആ ടോണറൊന്ന് സ്പ്രേ ചെയ്യുന്നുണ്ടല്ലോ, ഭയങ്കര സുഖം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സിറമാണ് അപ്ലൈ ചെയ്യുന്നത്, പക്ഷെ എൻ്റെ നിയാസമായ സിറം തീരും. ആ വരാം. ഡിന്നറൊക്കെ കഴിച്ചു. ജസ്റ്റ് വൺ മോർ ലാസ്റ്റ് ഒരു മാൻഡറിൻ ബാക്കിയുണ്ട്, ഇതും കൂടെ കഴിക്കാം. സാധാരണ കഴിക്കുന്ന പോലെ, ഐ മീൻ ഇങ്ങനെ തൊലി അറന്നിട്ടല്ല കഴിക്കുന്നത്. ഞാൻ എപ്പോഴും ഇതിങ്ങനെ എന്താ പറയാ, കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതില് ഉപ്പും മുളകും ഇട്ടിട്ടാണ്. കുറച്ച് ഉപ്പിടുക, ആൻഡ് കുറച്ച് മുളക് പൊടി. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ കഴിക്കാറുള്ളത്. ചുറ്റിലാണോ? So guys, ഞാൻ ഉറങ്ങാൻ പോവാണ്. That's all for today. Thank you all for watching this vlog. See you all in my next video. Bye bye.